ഹോളിവുഡ് ഇന്നലെ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത് ഇങ്ങനെയായി. അതുപോലെ തീപിടുത്തത്തിൻ്റെ ഇടയിൽ പെട്ടെന്ന് നിൽക്കുന്ന ഒരു സ്ത്രീ പുറത്തിറങ്ങാൻ പറ്റാതെ കിടന്ന് കരയുന്നൊരു വീഡിയോ. അതുപോലെ ഒരുപാട് മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒരുപാട് വീഡിയോസ് കാണാനിടയായി. ലോസ് ഏഞ്ചൽസിൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, നിർത്താതെയുള്ള വൈൽഡ് ഫയർ. ലോസ് ഏഞ്ചൽസിലെ മാലിബു ബീച്ച് ഇന്നലെ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്നത് ഇങ്ങനെയായി. അതുപോലെ പസഫിക് പാലിസാഡ്സ് എന്ന് പറഞ്ഞുള്ള പ്രദേശം ഇന്നലെ ഇങ്ങനെയായിരുന്നെങ്കിൽ ഇന്നത് ഇങ്ങനെയായി. 10,000-കണക്കിന് വീടുകളാണ് ഇങ്ങനെ കത്തി നശിച്ചത്. അപ്പോൾ ഈ ഒരു കാട്ടുതീ പടർന്നു പിടിച്ചതെന്ന് പറയുന്നു, ചിലർ പറയുന്നു ഈ വൈൽഡ് ഫയറിന് പല കാരണങ്ങളും കോൺട്രവേഴ്സീസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യം, കഴിഞ്ഞ വർഷം ജൂലൈയിൽ ജോയ് റോഗൻ്റെ ഒരു പോഡ്കാസ്റ്റിൽ പുള്ളി ഈ കാര്യം പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു വൈൽഡ് ഫയർ ഉണ്ടാവും എന്ന് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇത് ശരിക്കും ഒരു പ്രകൃതി ദുരന്തമാണോ അതോ ആസൂത്രിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു ദുരന്തമാണോ എന്നുള്ള കാര്യം എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇതിൽ ജോയ് റോഗൻ പറഞ്ഞിട്ടുള്ള കാര്യം ഫുള്ളൊന്ന് കേട്ട് നോക്കുക. One day he goes, it's just going to be the right wind and fire's going to start in the right place and it's going to burn through LA all the way to the ocean and there's not a fucking thing we can do about it. I go, really? He goes, yeah, we just get lucky.